എൻ്റെ പേര് ജ്യോതികുമാർ. 12 വർഷമായി, അതായത് 22/6/2006 ഞാൻ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് വീണു. എൻ്റെ സ്പൈനലിന് ഭയങ്കരമായിട്ട് പരിക്ക് പറ്റി, അരയ്ക്ക് താഴോട്ട് പൂർണ്ണമായിട്ട് താഴ്ന്നു പോയി. When you're inside the home, confined walls, it's actually like your mind also becomes inside this box. Okay? The institution should have a ramp which facilitates and makes it accessible for people like us. But actually, very few implement it. And that's because they don't think it is important. Out of all the expenses that they make, maybe this comes at the bottom of the list, or maybe it's not in the list even. Maybe that's because they don't see people like us in everyday life. And why don't they see us? It's because we are not out there on the road. We are confined in our houses, maybe walls. And most of the people I talk to who are also disabled, the background is always the same. The background is 4 walls. വീണ് 1 വർഷത്തിനകത്ത് ഭാര്യയും കുഞ്ഞും എല്ലാം കളഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഒറ്റപ്പെട്ട ജീവിതം, നല്ലതുപോലെ കഷ്ടം ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു. പിന്നീട് ഒരുപാട് പ്രയാസങ്ങളും ആശുപത്രിയും ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു. അത് അവിടെ നിന്നൊക്കെ പലരുടെയൊക്കെ സഹായങ്ങളുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിലായിരുന്നു. എണീറ്റ് വീൽ ചെയറിൽ പോലും ഇരിക്കാൻ പറ്റാതെ വളരെ ബുദ്ധിമുട്ടി. പിന്നെ ഒരു 8-9 വർഷം വരും വീൽ ചെയർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. വീൽ ചെയർ യൂസ് ചെയ്യാൻ തുടങ്ങി നല്ലപോലെ കഷ്ടപ്പെട്ടു, അനുഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയെങ്കിലും സ്വന്തമായിട്ട് ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ സോപ്പ് ഉൽപ്പന്നങ്ങളും ഈ കാണുന്ന പ്രോഡക്റ്റെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കി സെയിൽ ചെയ്തു. പിന്നെ കൊണ്ട് നടന്ന് വിറ്റു. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും അപ്പോൾ നല്ലൊരു ദൈവത്തിൻ്റെ എന്തോ ഒരു അനുഗ്രഹം കൊണ്ട് എന്നെ കൂട്ടിച്ചേർത്ത ദൈവം ആ കലയിലൂടെ എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കി വരും. വീണ്ടും എൻ്റെ സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്ന അമ്മ, സഹോദരങ്ങൾ, ബന്ധം എല്ലാം എന്നെ ഒഴിവാക്കി. ഞാൻ ഒറ്റപ്പെട്ടു. ഞാനൊരു അനാഥശാലയിൽ ഒരു അനാഥനെ പോലെ ജീവിതം വഴിമുട്ടി നിന്ന സാഹചര്യത്തിൽ കവടിയാർ ചെഷെയർ ഹോമിൽ 4 വർഷം ഞാൻ ജീവിച്ചു. അവരോടൊപ്പം ഒരു അന്തേവാസിയാണ് ഞാൻ 4 വർഷം ജീവിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്ര കാലത്തിൻ്റെ ജീവിതത്തിനിടയിൽ എനിക്കെല്ലാം നഷ്ടങ്ങളല്ലാതെ ലാഭമെന്ന് പറയാൻ ഉണ്ടായി. ഒരുപാട് പ്രശസ്തരായ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ചിത്രകാരന്മാർ, നല്ല നല്ല മനുഷ്യ സ്നേഹികൾ, ഈ ലോകത്ത് നമ്മൾ കാണാത്തവരെ അദൃശ്യകരങ്ങൾ ഞാൻ ഒരുപാട് കണ്ടു. പക്ഷേ ആ ജീവിതത്തിൽ നിന്ന് എനിക്കൊന്ന് മനസ്സിലായി, നമ്മൾ കണ്ടതല്ല ജീവിതം ഇനിയും മുന്നോട്ടുണ്ട്. നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ഈ ഭൂമിയിലുണ്ട് എന്ന് മനസ്സിലായി. First time in my life I'm getting this opportunity to exhibit artworks, and also the first time after being disabled I'm in a public place like this, happy, joyful, not feeling lonely. I'm surrounded by people who are like me. So what I feel is that these people should be, including me, should be able to come out. For the past 2 days when I have been here outside, it's not like I have no negativity inside me. I'm so happy, so joyful, and I can look at everyone with love. എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, വികലാംഗനെന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞു. അവസരം അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ടോ, ഒരു ആക്സിഡൻറ്റിൽപ്പെട്ടോ, ഒരു രോഗം യാദൃച്ഛികമായിട്ട് എപ്പോഴെങ്കിലും നമ്മളെ താഴ്ത്തുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ നമ്മളറിയാത്തൊരു അദൃശ്യകരം, അതിനെ അറിയുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ. അത് അറിയുമ്പോൾ നമുക്കറിയാം നമ്മൾ നിശ്ചയിക്കുന്നതൊന്നുമല്ല ഈ ഭൂമിയിൽ നടക്കുന്നത്. നമ്മൾ നിശ്ചയിക്കാത്തതൊന്നും ഏതോ അദൃശ്യകരം നമ്മളെ വഴി നടത്തും. ആരുമില്ലെങ്കിലും ഈ ലോകത്ത് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മളെ ഈ ഭൂമിയിൽ എങ്ങനെ ആയിരുന്നാലും ആ അവസ്ഥയിൽ നമ്മളെ കരം പിടിച്ച് നടത്തുവാൻ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. ആ ഈശ്വരൻ നമ്മൾ അർപ്പിക്കുകയാണെങ്കിൽ, നമുക്ക് വിശ്വാസവും വിൽപ്പവറും ഉണ്ടെങ്കിൽ നമുക്ക് ഇനി നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ധൈര്യം അതായത് മനസ്സിനെ നമ്മൾ താഴ്ത്തായിരുന്നാൽ മതി, നമുക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ല. The self-esteem that we have, the self-worth we have, it also increases.
and it feels so joyful and great. Like I feel like I have some value. When I drew those pictures, I never knew that it could have such a big price. We need freedom. So I feel that people like us should be able to go out, meet people who are disabled so that we can understand each other, help each other. And at the same time meet other people who can realize what's happening with these people. Who can see that they are also human beings who have some kind of talent in them. Just because they are in a wheelchair or maybe they can't move their body parts like others, it doesn't mean that they have no mind. ഇപ്പോഴാണ് ഞാൻ സന്തോഷമായിട്ടുള്ള ഒരു ഇത് ഉണ്ടായത്. എനിക്ക് വളരെ ബുദ്ധിമുട്ടി പ്രയാസത്തിലൊക്കെ വീട്ടിനകത്തായിരുന്നു. ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങാൻ സാധിക്കും, മറ്റുള്ളവരുമായിട്ടൊക്കെ കണ്ട് സംസാരിക്കാൻ സാധിക്കും. ഒരു പഞ്ചായത്തിൽ, ജില്ലാ പഞ്ചായത്തിൽ നിന്നൊരു വാഹനം കിട്ടി. ആ വാഹനത്തിൽ സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നല്ല സന്തോഷമായിട്ടൊക്കെ ജീവിച്ചു പോകുന്നു. വരും കാലത്ത് എനിക്ക് ആഗ്രഹമുള്ളത് മറ്റുള്ളവർ എന്നെ അംഗീകരിക്കണം. ഈ അവസ്ഥ ഇങ്ങനെ കാല് സുഖമല്ല അല്ലെങ്കിൽ വികലാംഗന എന്നുള്ള ഇതിൽ മാറ്റി നിർത്താതെ മറ്റുള്ളവരും അംഗീകരിക്കണം. മറ്റുള്ളവരെ പോലെ ജീവിക്കാനുള്ളൊരു ഒരു 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 ചാൻസ് തരണം. എനിക്ക് അത് പൊതുജനങ്ങളോട് പറയാനുള്ളത്. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു അത്രയും ആഡംബരത്തിലൊന്നും വേണ്ട, എങ്കിലും ചെറിയ രീതിയിലെങ്കിലും മറ്റുള്ളവരെ പോലെ ജീവിക്കാനുള്ളൊരു വോയിസ് നമുക്കുണ്ട്, അല്ലെങ്കിൽ ഒരവകാശം നമുക്കുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കി ഈ സമൂഹം നമ്മളെ വെറുക്കാതെ അവരിൽ ഒരാളെ പോലെ നമ്മളെ കാണണം. അതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ.
physically, that is the facilities, and also mentally, the way people look at us. Actually, change is on the way. Bali India, my heart, Bali India, my friend. അങ്ങനെ വളരെ സഹായം ചെയ്യുന്നുണ്ട് ബാലി ഇന്ത്യ.